കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കുകളിലാണ്. പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിനൊപ്പം തമിഴ്നാടും പുതുച്ചേരിയും നാളെ ജനവിധി തേടും. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് വിജയപ്രതീക്ഷകളിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, ഭരണസിരാ കേന്ദ്രം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ല സ്വാഭാവികമായും ആരു ഭരിക്കും എന്ന കാര്യത്തിലൊക്കെ നിർണായകമായ പങ്കുവഹിക്കാനാകുന്ന ജില്ല കൂടിയാണ്. ആ വിധത്തിൽ നിശബ്ദ പ്രചരണത്തിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു തിരക്കുകൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സൗമ്യ, തീർച്ചയായും 2 മാസത്തെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്കലാശത്തോടുകൂടി സമാപനമായത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. നാളെയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. നിശബ്ദ പ്രചരണത്തിൽ ഇന്ന് പ്രധാനമായും എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകളെല്ലാം ഉറപ്പിക്കാനായി അവസാന ഘട്ടമായി എല്ലാ വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണത്തിന്റെ തിരക്കിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും തെക്കൻ മേഖലയിൽ കേരളത്തിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ 30 മണ്ഡലങ്ങളാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 14 മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിൽ 11 മണ്ഡലങ്ങളും പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളുമാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇതിൽ എല്ലാ മണ്ഡലങ്ങളിൽ ഉള്ള സ്ഥാനാർത്ഥികളും അതാത് പ്രദേശങ്ങളിൽ നിശബ്ദ പ്രചരണം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ 7 മണിയോടുകൂടിയാണ് വോട്ടിംഗ് ആരംഭിക്കുക. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ അതാത് കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്നതായിരിക്കും. ഓരോ മണ്ഡലങ്ങൾക്കുമായി പ്രത്യേകമായി കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്നായി അല്പസമയത്തിനകം തന്നെ വോട്ടിങ്ങിനായുള്ള സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് VVPAT മെഷീനിൽ ആദ്യമായി വോട്ടിംഗ് നടത്തുന്ന ഒരു സമ്പ്രദായം കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വോട്ട് ചെയ്യുന്നത് ആർക്കാണോ ആ വോട്ട് 7 സെക്കൻഡ് സമയം വരെ കാണാൻ സാധിക്കും എന്നൊരു പ്രത്യേകതയും, നമ്മൾ ആർക്കാണോ വോട്ട് രേഖപ്പെടുത്തുന്നത് ആ വോട്ട് 7 സെക്കൻഡ് സമയം നമുക്ക് ബാലറ്റായി കാണാൻ സാധിക്കും എന്നൊരു പ്രത്യേകതയുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവിലും നേമം മണ്ഡലത്തിലുമുള്ള ഓരോരോ ബൂത്തുകളിലാണ് VVPAT മെഷീൻ്റെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെല്ലാ ബൂത്തുകളിലും വോട്ടിംഗ് മെഷീൻ മാത്രമാകും ഉണ്ടാവുക. ഇത്തരത്തിൽ VVPAT മെഷീൻ്റെയും ഉപകരണം എന്നുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായി പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. എല്ലാ ജില്ലകളിലും സജ്ജീകരിച്ചിട്ടുള്ള അതാത് ബൂത്തുകളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ കേന്ദ്രസേനയും പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതാത് ജില്ലാ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവസാന ഘട്ടത്തിലും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെയ്യലിന്റെ തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ വിതരണം ആരംഭിക്കും. പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതിനുള്ള വലിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷയും വളരെ ശക്തമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. നാളെയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുക. കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ശക്തി ഒക്കെ എങ്ങനെയാണ് കോട്ടയത്ത് പ്രതിഫലിക്കുന്നത്? പ്രശാന്ത്. സൗമ്യ, പോളിംഗ് സാമഗ്രികളുടെ വിതരണമെല്ലാം തന്നെ കോട്ടയത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന 82 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 31 പേർ സ്വതന്ത്രരുണ്ട്. ഈ ഒരു വലിയൊരു നിശബ്ദ പ്രചരണം തന്നെയാണ് ഇപ്പോൾ ഈ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പൊതുവെ ഞായറാഴ്ച തന്നെ പലരും ആരാധനാലയങ്ങളുടെ സമീപത്തെല്ലാം കേന്ദ്രീകരിച്ച് തന്നെ പരമാവധി വോട്ടർമാരെ കാണുന്നതിനുള്ള ശ്രമങ്ങളാണ്. ഇപ്പൊ പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സമീപത്തെ ചില വീടുകൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തും. വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ഇറങ്ങും. ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി പ്രവർത്തകരെ നേരിൽ കാണുകയും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ക്രമീകരണം എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ വീടുകൾ കയറി സ്ലിപ്പുകൾ കൊടുക്കുന്ന അതിന്റെ എല്ലാം തന്നെ തിരക്കിലാണ്. വളരെ നിശബ്ദമായും എന്നാൽ
തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രകടനങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര്, അത് എത്രാമതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശക്തമായി വോട്ടർമാരെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രചരണ രീതികളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടി.പി. പ്രശാന്താണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, എങ്ങനെയാണ് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടന്നപ്പോൾ ഈ ഒരു അവസാനവട്ട കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്, നിശബ്ദ പ്രചരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങളും ഷാജി. സൗമ്യ, കൊട്ടിക്കലാശം വളരെ ആവേശപൂർവ്വം ഇന്നലെ കൊടിയിറങ്ങിയിരുന്നു. ഇതിന്റെ ക്ഷീണത്തിൽ നിന്നും പ്രവർത്തകർ മാറിയിട്ടില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ തങ്ങളുടെ വോട്ടിനായിട്ടുള്ള അഭ്യർത്ഥനയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വളരെ നിശബ്ദ പ്രചരണം രാവിലെ മുതൽ തന്നെ നടക്കുന്നു. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മരണ വീടുകൾ, വിവാഹ വീടുകൾ, ഇത്തരം സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ന് രാവിലെ സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുക എന്നൊരു ദൗത്യം മാത്രമാണ് ചെയ്യുന്നത്. ഏകദേശം 9 മണ്ഡലങ്ങളിലായി 75 സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ 7 സീറ്റുകളായിരുന്നു LDF കരസ്ഥമാക്കിയത്. 2 സീറ്റുകൾ UDFും പിടിച്ചിരുന്നു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിടിച്ച് ഭരണത്തിലെത്തുവാനുള്ള ശ്രമമാണ് LDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഇടതു വലതു സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മറ്റ് ഘടകകക്ഷികളിലെയും മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ വീട് വീടാന്തരം കയറിയും മരണ വീടുകളും വിവാഹ വീടുകൾ ഇത്തരം പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗമ്യ. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കുകളിലാണ്. ഉമേഷ് ചേർന്നുണ്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി. അവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ച ഉമേഷ്, ഒപ്പം തന്നെ നിശബ്ദ പ്രചരണത്തിന്റെ വിവരങ്ങളും കൂടി. സൗമ്യ, എറണാകുളം ജില്ലയിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പുറകിൽ കാണാം എറണാകുളം മഹാരാജാസ് കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ഇവിടെയാണ്. ഇതുകൂടാതെ മൊത്തം എറണാകുളം ജില്ലയിൽ 14 പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. എല്ലായിടത്തും രാവിലെ 8 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നതെങ്കിലും പല സ്ഥലത്തും തുടങ്ങാനായിരുന്നില്ല. ഇവിടെ തുടങ്ങിയത് 10 മണിയോടെയാണ് ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയത്. ഇത്തവണ 2020 മാതൃകയിൽ വിതരണം നടത്തുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി 20 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് അവകാശപ്പെടുന്ന 2020 രീതിയിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത്. 14 വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു. ഇവർ ഈ സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉച്ചയോടെ അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചേരും. എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 2027 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതുകൂടാതെ 27 സഹായക ബൂത്തുകളുമുണ്ട്. അത്തരത്തിൽ 2054 പോളിംഗ് ബൂത്തുകളാണ് മൊത്തം എറണാകുളം ജില്ലയിൽ ഉള്ളത്. 1750 വോട്ടർമാരുള്ള ബൂത്തുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ സഹായക ബൂത്തുകൾ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലാണ് 2054 ബൂത്തുകൾ ഉള്ളത്. ഇതിൽ 255 പ്രശ്ന സാധ്യതാ ബൂത്തുകളും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. 2000-ഓളം പോലീസ് സേനയെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ പോളിംഗിന് വേണ്ടിയും 10,572 പോളിംഗ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടാകും. എറണാകുളം ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിലും മധ്യകേരളത്തിലെ മറ്റ് 4 ജില്ലകളിലും ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഉച്ചയോടെ തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണം ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ മധ്യകേരളത്തിലാണ് മത്സരിക്കുന്നത്. LDFിൻ്റെയും പ്രമുഖ നേതാക്കളും തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും മധ്യകേരളത്തിൽ തന്നെയാണ് ജനവിധി തേടുന്നത്. ഇവരെല്ലാം തന്നെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ്. പ്രത്യേകിച്ചും ആരാധനാലയങ്ങളും വ്യക്തികളെ നേരിൽ കണ്ടും വീടുകളിൽ കയറിയും എല്ലാം തന്നെ നിശബ്ദ പ്രചാരണം അവർ തുടരുകയാണ്. ഇന്ന് അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും തുടങ്ങിക്കഴിഞ്ഞു. വലിയ സുരക്ഷാ സേന തന്നെ ഇവിടെയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയോടെ തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. എല്ലാ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാനായി പ്രത്യേക കസാരയും മേശയും പ്രത്യേക പന്തലും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് ലഘുഭക്ഷണ സൗകര്യങ്ങൾ
സൗകര്യങ്ങളും ഇവർക്ക് ഈ പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകാനായി ഏതാണ്ട് 650ഓളം വാഹന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉച്ചയോടെ തന്നെ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സൗമ്യ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ദിൽജിത്ത് ചേർന്നുണ്ട്. ദിൽജിത്ത്, അവിടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം സജീവമായി കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റു വിവരങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. നിശബ്ദ പ്രചരണത്തിലേക്ക് നീങ്ങിയതോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വീടുകളിൽ കയറിയിറങ്ങിയും ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലാണ്. പ്രത്യേകിച്ച് തൃശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി തുടങ്ങി കടുത്ത മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ, മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ രംഗത്തുണ്ട്. അവർ ഇത്തരത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയും ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലാണ്. അതോടൊപ്പം തന്നെ ജില്ലയിൽ മറ്റ് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ജില്ലയിൽ 2027 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ പോളിംഗ് സ്റ്റേഷനിലേക്കെല്ലാം ഉള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ നടന്നു വരുന്നു. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ സജ്ജീകരണങ്ങളും ഇതോടൊപ്പം തന്നെ ക്രമീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 6259 പോലീസുകാരുടെ സേനയാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CCTV ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വനിതാ പോലീസ് സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വോട്ടർമാർക്ക് പ്രത്യേകിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ജില്ലയിൽ 274 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ നിന്നെല്ലാം തന്നെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കടുത്ത മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ കുന്നംകുളം, അതുപോലെ തന്നെ തൃശൂർ പ്രത്യേകിച്ച് VS സുനിൽകുമാറും അതുപോലെ തന്നെ പത്തനംതിട്ട വേണുഗോപാലും BJPയുടെ ഗോപാലകൃഷ്ണനും ഏറ്റുമുട്ടുന്ന തൃശൂരിൽ വലിയൊരു മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഇവിടെ വാശിയേറിയ പോരാട്ടവും അതോടൊപ്പം തന്നെ പ്രചരണവും ആദ്യഘട്ടത്തിൽ തന്നെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ തേറമ്പിൽ രാമകൃഷ്ണൻ 25 വർഷക്കാലം മത്സരിച്ചു വന്ന മണ്ഡലമാണ് തൃശൂർ. തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണനെ മാറ്റി നിർത്തി പത്മജ വേണുഗോപാൽ രംഗത്തിറങ്ങുന്നപ്പോൾ പത്മജയുടെ വിജയം ഉറപ്പാക്കുന്നത് ഐ ഗ്രൂപ്പിന്റെ തന്നെ ഒരു അഭിമാന വിഷയമായി മാറുന്നു. അതോടൊപ്പം തന്നെ സീറ്റ് തിരികെ പിടിക്കാനുള്ള LDFന്റെ ശ്രമത്തിന് കൂട്ടിക്കൊണ്ടാണ് സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയായി എത്തിയത്. അതിനുള്ള ഊർജിത ശ്രമങ്ങളും നടന്നു വരുന്നു. തികച്ചും പ്രവചനാതീതമായ ഒരു പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി AC മൊയ്തീനും CP ജോണും ഏറ്റുമുട്ടുന്ന പോരാട്ടമാണ് കുന്നംകുളത്തുള്ളത്. അതുകൊണ്ട് തന്നെ കുന്നംകുളത്തെ പോരാട്ടവും ഏറ്റവും ശ്രദ്ധേയമാണ്. മുൻ തവണകളിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് കുന്നംകുളത്തെ ജയപരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കുറി അവിടെയും സ്ഥിതിഗതികൾ പ്രവചനാതീതമാണ്. വടക്കാഞ്ചേരി മണ്ഡലവും ഇക്കുറി LDF തിരികെ പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയും വാശിയേറിയ പോരാട്ടം നടക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പുസ്തക മണ്ഡലമായിരുന്ന വടക്കാഞ്ചേരി 2004 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ AC മൊയ്തീനാണ് മന്ത്രിയായിരുന്ന K മുരളീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്തത്. അദ്വൈതാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ലെസ്ലി കൂടി ചേർന്നുണ്ട്. ലെസ്ലി, ഒരുപക്ഷെ കേരളം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇടുക്കി. സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വളരെ സുപ്രധാനമാകും ഈ തെരഞ്ഞെടുപ്പിൽ. ഇനിയുള്ള ഈ ഒരു സമയം, പ്രത്യേകിച്ച് ഈ നിശബ്ദ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം, അവസാന വോട്ട് പോലും ചോർന്നു പോകാതെ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നീക്കത്തിൽ വിവിധ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിലേക്ക് കടന്നപ്പോൾ അതിന്റെ ഒരു ആവേശം എങ്ങനെയാണ് ലെസ്ലി? സൗമ്യ, കഴിഞ്ഞ 2 മാസക്കാലമായി മുന്നണികൾ നടത്തി വന്ന പ്രചരണത്തിന് അതിന്റെ അന്ത്യം, ശബ്ദ പ്രചരണത്തിന് അന്ത്യം കഴിഞ്ഞ ദിവസം സമാപിച്ചെങ്കിലും അതേ ചൂടും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി PJ ജോസഫ് മുൻമന്ത്രിയായിരുന്നു. അദ്ദേഹം രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവിടെ ഉള്ള വിശ്വാസികളായ തന്റെ അനുയായികളെയും മറ്റു സുഹൃത്തുക്കളിൽ നിന്നും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്.
അത്തരത്തിൽ അതാത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിച്ച് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു തന്നെയാണ് നിശബ്ദ പ്രചരണം നടത്തുന്നത്. മുന്നണി പ്രവർത്തകർ കൂട്ടായും സ്ഥാനാർത്ഥികൾ തനിച്ച് കാണേണ്ട വ്യക്തികളെ തനിച്ച് കണ്ടും ആണ് ഇത്തരത്തിൽ നിശബ്ദ പ്രചരണ നാളുകളിലും വോട്ടഭ്യർത്ഥന നടത്തുന്നത്. 5 നിയോജക മണ്ഡലങ്ങളിലായി ഇത്തരത്തിൽ 41 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ആകെ 8,87,302 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. 4,36,988 പുരുഷന്മാരും 4,49,000 സ്ത്രീ വോട്ടർമാരാണ് ഈ ജില്ലയിൽ ആകെയുള്ളത്. ആകെയുള്ള 884 പോളിംഗ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ വോട്ടെടുപ്പിന് ശേഷം 5 കേന്ദ്രങ്ങളിലായിട്ടായിരിക്കും വോട്ടെണ്ണൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 884 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നായി 3715 പോളിംഗ് ഉദ്യോഗസ്ഥരെയും ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ 8ഓളം പോളിംഗ് സ്റ്റേഷനുകൾക്ക് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. സ്ത്രീകൾ മാത്രമാണ് പോളിംഗ് ഉദ്യോഗസ്ഥരായി ഇവിടെയുള്ളത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 തന്നെ തൊടുപുഴയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 540 റിസർവ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും കരുതലായി ഏതെങ്കിലും ഘട്ടത്തിൽ പുനർവിന്യസിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ കരുതുന്നതിനായും ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ 5245 ഉദ്യോഗസ്ഥന്മാരെയാണ് വിവിധ ജില്ലകളിലായി വോട്ടെടുപ്പ് ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ തൊടുപുഴ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സാമഗ്രികൾ എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥർ ന്യൂമാൻ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ന്യൂമാൻ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വോട്ടിംഗ് ഉപഗ്രഹങ്ങളുടെ വിതരണം നടക്കുന്നത്. 10 മണിയോടുകൂടി ആരംഭിച്ച ഈ പ്രവൃത്തി ഇപ്പോൾ തുടർന്നു വരികയാണ്. എന്തായാലും ജോണാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.